LSS പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ. കാട്ടിലെ കർഷകൻ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം വേഴാമ്പൽ. മരുഭൂമിയിലെ സസ്യങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം മരുരൂഹങ്ങൾ. ആരുടെ നേതൃത്വത്തിലാണ് ഭരണഘടന തയ്യാറാക്കിയത്? ഉത്തരം ഡോക്ടർ BR അംബേദ്കറുടെ. എന്തുകൊണ്ടാണ് ആമ്പലുകൾ പൊങ്ങിക്കിടക്കുന്നത്? ഉത്തരം വായു അറകളുടെ സഹായത്തോടെ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാര്? ഉത്തരം ബാലഗംഗാധര തിലക്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ജനുവരി 26, 1950. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റിപ്പബ്ലിക് ഡേ. അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ഉത്തരം 24. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഇന്ത്യയുടെ ദേശീയ ഗീതം? ഉത്തരം വന്ദേ മാതരം. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണ് ആരുടേതാണ്? ഉത്തരം ഒട്ടകപ്പക്ഷി. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടിന് പറയുന്ന പേര്? ഉത്തരം ആവാസം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. താഴെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേരെഴുതുക. ഉത്തരം സരോജിനി നായിഡു. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഇനം എലികളെ എന്തുകൊണ്ടാണ് കങ്കാരു എലികൾ എന്ന് വിളിക്കുന്നത്? നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് കങ്കാരു എലി എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഒട്ടകങ്ങൾ മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കുന്നത്? ഉത്തരം ഒട്ടകത്തിൻ്റെ മുതുകിലെ കൊഴുപ്പിൻ്റെ സഹായത്തോടെയാണ് അവർ വെള്ളം കുടിക്കാതെ ജീവിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പടത്തിൽ നോക്കി ജീവനുള്ളവയും ജീവനില്ലാത്തവയും തിരഞ്ഞെടുക്കുക. ജീവനുള്ളവ ഒട്ടകം, ആന, പെൻഗ്വിൻ, കരടി തുടങ്ങിയവ. ജീവനില്ലാത്തവ മണ്ണ്, വള്ളം, വെള്ളം തുടങ്ങിയവ. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക വിശേഷണത്തെ വിളിക്കുന്ന പേര്? ഉത്തരം അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം K. കേളപ്പൻ. മണ്ണ് മലിനമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം കൃഷിയിടങ്ങളിൽ അമിതമായി കീടനാശിനി ഉപയോഗിക്കുന്നത്. 2. അമിതമായ രാസവള പ്രയോഗം. ചെറിയ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം വയൽ, അരുവി, കുന്ന്. എങ്ങനെയാണ് ഗാന്ധിജി ഇന്ത്യയുടെ നേതാവായി ഉയർന്നത്? ഉത്തരം ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് ഗാന്ധിജി ഇന്ത്യയുടെ നേതാവായി ഉയർന്നു.
ഗാന്ധിജി എന്താണ് തൻ്റെ പ്രവൃത്തികളിലും വാക്കുകളിലും മുറുകെ പിടിച്ചിരുന്നത്? ഉത്തരം സത്യവും അഹിംസയും. ഒട്ടകങ്ങൾ അധികമായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം മരുഭൂമിയിൽ. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷമേത്? ഉത്തരം ഓപ്ഷൻ സി 1930. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. മത്സ്യങ്ങളുടെ ശ്വസനം എങ്ങനെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ചികളപ്പൂക്കളുടെ സഹായത്തോടെ. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ ബി വെള്ളപ്പൊക്കം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി 28. കർഷകമിത്രം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി മണ്ണിര. ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ എ 8. ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധിജി. കുട്ടികൾ സ്നേഹത്തോടെ നെഹ്റുവിനെ എന്താണ് വിളിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ചാച്ചാജി. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ എ കുളം. മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ സി സരോജിനി നായിഡു. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷമേത്? ഉത്തരം ഓപ്ഷൻ എ 1942. കേരള സംസ്ഥാന കലാരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മോഹിനിയാട്ടം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഏറ്റവും വലിയ മുട്ടയിടുന്ന ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഒട്ടകപ്പക്ഷി. നിസ്സഹകരണ സമരം 1920 നടന്നത്. എന്നാൽ ചമ്പാരൻ സമരം നടന്ന വർഷമേത്? ഉത്തരം ഓപ്ഷൻ ബി 1917. ഒട്ടകങ്ങളെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നത് അവയുടെ മുതുകിലെ കൊഴുപ്പ് കൊണ്ടാണ്. എന്നാൽ ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന പെൻഗ്വിനിൻ്റെ കൊഴുപ്പ് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ത്വക്കിനടിയിൽ.
ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്. എന്നാണ് നാം ആ ദിനം ആചരിക്കുന്നത്? ഉത്തരങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.